ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരീരം നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബനാന ഡേറ്റ്സ് ലസ്സിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ആകെ വേണ്ടത് ബനാന, ഈത്തപ്പഴം, അതുപോലെ നല്ല കട്ടിയുള്ള പുളി അധികമില്ലാത്ത തൈര്. റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് മിക്സിയുടെ ജ്യൂസർ എടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ ഒരു ബനാന ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് ലസ്സിയാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. സോ ഉപയോഗിച്ചിട്ടുള്ളത് പൂവൻ പഴമാണ്. എപ്പോഴും ലസ്സി ഉണ്ടാക്കാൻ പൂവൻ പഴം അല്ലെങ്കിൽ റോബസ്റ്റ അതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പഴങ്ങളാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ സ്വാദ് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എപ്പോഴും ബനാനയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നതാണ് നല്ലത്. എന്നാലാണ് ബനാന ലസ്സി എന്ന് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. സോ ഈത്തപ്പഴം ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള തൈര് ഞാനിതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലൂസാക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഡേറ്റ്സ് ലസ്സി റെഡി. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് റെസിപ്പി. കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാവയ്ക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് ഈത്തപ്പഴം ചേർത്തിട്ടുണ്ടാക്കിയത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലസ്സി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബനാന ഡേറ്റ്സ് ലസ്സി തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഐസും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഐസ് ചേർക്കുന്നില്ല, വാവയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നാളെ 5 മണിക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക.